അടിയും കൊണ്ടു പുളിയും കുടിച്ചു കര ഒടുക്കി എന്ന് പറഞ്ഞ അവസ്ഥയിലായി കോഴിക്കോട്ടെ അഡീഷണൽ ജില്ലാ ജഡ്ജി ഷുഹൈബ് സാറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതാണ്. കോഴിക്കോട്ടെ രഞ്ജൻ ഗൊഗോയ് എന്ന ശീർഷകത്തിൽ. നിങ്ങൾ പലരും അത് കണ്ടു കാണും എന്ന് വിചാരിക്കും. അദ്ദേഹം കോഴിക്കോട്ടെ അഡീഷണൽ ജില്ലാ ജഡ്ജിയായിരുന്നു. ചേംബറിൽ വച്ച് കോടതി ജീവനക്കാരിയെ കയറി പിടിച്ചു എന്നുള്ളായിരുന്നു ആരോപണം. സാധാരണഗതിയിൽ ഈ കോടതി ജീവനക്കാർ ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജഡ്ജിക്കെതിരെ പരാതി കൊടുക്കാറില്ല. കാരണം ഈ ജഡ്ജി എന്ന് പറയുന്നത് വളരെ ശക്തനായ ഒരാളാണ്. ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരി എന്ന് പറയുന്നത് താരതമ്യേന ദുർബലമായ ഒരു ഫൂട്ടിങ്ങിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പരാതി കൊടുത്താൽ പരാതിക്കാരനെതിരായിട്ട് അല്ലെങ്കിൽ പരാതിക്കാരിക്കെതിരായിട്ട് നടപടി ഉണ്ടാക്കിയാണ് സാധാരണഗതിയിൽ സംഭവിക്കുക. അതുകൊണ്ടൊക്കെ തന്നെ ഇതുപോലെയുള്ള പല കാശ്മീരന്മാർക്കും കൂടുതൽ അതിക്രമങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ കൂടുതൽ അതിക്രമങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഉരുത്തിരിഞ്ഞു വന്നു. ഇവിടെ അതുപോലെ തന്നെ സംഭവിക്കുമെന്നായിരിക്കും ഒരു പക്ഷേ ഷുഹൈബ് വിചാരിച്ചത്. ഇദ്ദേഹം മുനിസിപ്പാലിറ്റി കയറി, പിന്നീട് സബ് ജഡ്ജിയായി, അത് കഴിഞ്ഞ് ജില്ലാ ജഡ്ജിയായ ആളാണ്. പുള്ളി ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ പല സ്ത്രീകളെ ഇതുപോലെ കയറി പിടിച്ചിട്ടുണ്ടാവും. അവരാരും ഇയാളെ പേടിച്ച് പരാതി കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ധൈര്യത്തിലാണ് കോഴിക്കോട്ട് വന്ന് ഇതേ അതിക്രമം അവിടെ കാണിക്കാം എന്ന് തീരുമാനിച്ചത്. പക്ഷേ ആ സ്ത്രീ, ആ യുവതി കൃത്യമായിട്ട് പരാതി എഴുതി കൊടുത്തു. അതുമ്പോൾ നടപടി ഉണ്ടാകാതെ വന്നപ്പോൾ ഇതിൽ കൂടുതൽ പ്രധാനപ്പെട്ട വശം ഇതാണ്. കോടതി ജീവനക്കാർ സംഘടിച്ച് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയെ ബന്ദിയാക്കി എന്ന വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അവർ ഉപരോധിച്ചു. ഇതിന് തീരുമാനമുണ്ടാക്കിയിട്ട് ബാക്കി നടപടിയിലേക്ക് പോയാൽ മതി എന്ന ശക്തമായ നിലപാട് കൈക്കൊണ്ടു. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ഒരു സ്ത്രീയാണ്, ബിന്ദുകുമാരി എന്നാണ് അവരുടെ പേര്. തിരുവനന്തപുരത്തുകാരിയോ കൊല്ലത്തുകാരിയായിട്ടാണ്. കോഴിക്കോട്ട് വന്നിട്ട് അധികം നാളായിട്ടില്ല. ഇതുപോലത്തെ ഒരു പ്രതിഷേധം ബിന്ദു മാഡം കണ്ടിട്ടില്ല. മാഡം വരണ്ടുപോയി. മാഡം ഉടനെ തന്നെ ഷുഹൈബ് സാഹിബിനെ ചേംബറിൽ വിളിച്ച് ഗുണദോഷിച്ചു. ഉടനെ തന്നെ ഇവരോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടു. മറ്റ് സഹപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് ഷുഹൈബ് ഈ സ്ത്രീയോട് മാപ്പ് അപേക്ഷിച്ചു. സത്യത്തിൽ ഇയാളെ പിരിച്ചുവിടുന്നേക്കാൾ വലിയ ശിക്ഷയാണ് കീഴ് ജീവനക്കാരിയോട് കൈകൂപ്പി മാപ്പ് പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ആ മനുഷ്യ തൂക്കി കൊല്ലാൻ പവറുള്ള ഒരു ജില്ലാ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം. ഈ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ മൊത്തം അടിമ ഉടമ സംവിധാനമുണ്ട്, ഫ്യൂഡൽ സെറ്റപ്പാണ്. അതുകൊണ്ടാണ്, വേറൊരു ഓഫീസിലെ പോലെയല്ല. അങ്ങനെ അദ്ദേഹം മാപ്പ് പറഞ്ഞു. ജീവനക്കാർ തൽക്കാലം അതുകൊണ്ട് തൃപ്തരായി എന്ന് വേണം വിചാരിക്കാം. പക്ഷേ കൃത്യമായിട്ട് ഈ കാര്യം ജില്ലാ ജഡ്ജിക്ക് മേലാവിലേക്ക്, അതായത് ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. രജിസ്ട്രാർ സബോർഡിനേറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം അപ്പോൾ തന്നെ പുള്ളിയുടെ അധികാരം ഉപയോഗിച്ച്, പുള്ളിക്ക് അത്ര വലിയ അധികാരമൊന്നുമില്ല, ഉള്ള അധികാരം ഉപയോഗിച്ച് ഇദ്ദേഹത്തെ കോഴിക്കോട്ട് നിന്ന് വടകരയ്ക്ക് മാറ്റി. വടകരയല്ല, അദ്ദേഹത്തെ മോട്ടോർ ആക്സിഡൻറ്റ്സ് ക്ലെയിംസ് ട്രിബ്യൂണലായിട്ടാണ് മാറ്റിയത്. അതുകൊണ്ട് ഏതാണ്ട് 3500 രൂപ മറ്റോ പുള്ളിക്ക് അധികമായിട്ട് കിട്ടും എന്ന അവസ്ഥയുണ്ടായി. ഏത് പീഡനത്തിന് ഒരു പ്രതിഫലമായിട്ട് വടകര ചെല്ലുമ്പോൾ ശമ്പളത്തിൽ 3500 രൂപയുടെ വർധനമുണ്ടാവും. അത് ആ ഉത്തരവിൽ പ്രത്യേകമായിട്ട് പറയുകയും ചെയ്തു. അപ്പോഴത്തേക്കും അത് വലിയ വിവാദ വിഷയമായി. ഈ വാർത്ത പിറ്റേ ദിവസം മനോരമയിൽ വന്നില്ല. മനോരമയിൽ ഇങ്ങനെ വാർത്തയും പറ്റില്ല. മാതൃഭൂമി പത്രത്തിൽ മാത്രം വന്നു. മാതൃഭൂമി പോലും ജഡ്ജിയുടെ പേര് കൊടുത്തില്ല. ജഡ്ജിയുടെ പേര് കൊടുക്കാതെ ഒരു ന്യായാധിപൻ എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. അതുകൊണ്ടൊരു കുഴപ്പം പറ്റും വെച്ചാൽ കോഴിക്കോട്ടുണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട മാന്യന്മാരായ എല്ലാ ന്യായാധിപന്മാരെ ആൾക്കാർ സംശയിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോഴത്തേക്കും ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരും പടവും പുറത്തു വിട്ടു. ഏതാണ്ട് അതേ സമയത്ത് തന്നെ പുള്ളിക്ക് വടകരയ്ക്ക് സ്ഥലം മാറ്റവും കിട്ടി. ഈ വിവരം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഹൈക്കോടതി പിന്നെ താമസിച്ചില്ല, ക്രിസ്മസ് സമ്മാനമായിട്ട് ഷുഹൈബിനെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ്. ഇപ്പോഴും ഈ MT വാസുദേവൻ നായരുടെ മരണവും അതുപോലെ ഗവർണറുടെ മാറ്റമൊക്കെ കാരണം നമ്മുടെ പത്രങ്ങൾക്ക് അധികം സ്ഥലം ഇദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ല. അവരെല്ലാവരും ഈ പറഞ്ഞ 2 വാർത്തകളിൽ ഇങ്ങനെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഷുഹൈബിന് സസ്പെൻഷൻ കിട്ടി. അദ്ദേഹം വടകരയിൽ നിന്ന് സസ്പെൻഷൻ ഓർഡർ മേടിച്ച് അടുത്ത ട്രെയിനിൽ കയറി സ്വദേശമായ തലശ്ശേരിക്ക് പോയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അതിന് NGO യൂണിയൻകാരായതുകൊണ്ട് ഈ പരാതിയിൽ ഈ സ്ത്രീ ഉറച്ചു നിൽക്കാനുള്ള സാധ്യത. പരാതിയിൽ ഉറച്ചു നിന്നാൽ ഇദ്ദേഹത്തിൻ്റെ പണി പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള കുറ്റാരോപണത്തെക്കുറിച്ച് ഇനി അധികം വൈകാതെ ഒരു ഹൈക്കോടതി ജഡ്ജി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിയുടെ കാര്യം, ഭാവി എന്താണെന്നുള്ള കാര്യം ഹൈക്കോടതി തീരുമാനിക്കും. പിന്നെ ഗവർണറുടെ അനുവാദത്തോടു കൂടി PSCയുടെ കൺകറൻസോടുകൂടി വേണം അദ്ദേഹത്തെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട്. ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് വളരെ
ഈ പിരിച്ചുവിടനേക്കാൾ വലിയ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. കാരണം ഈ കോടതി ജീവനക്കാരുടെ മുമ്പിൽ മറ്റാളുകളുടെ മുമ്പിൽ വെച്ച് ഈ സ്ത്രീയോട് മാപ്പ് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് വളരെ മാന്യമായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നതൊക്കെ ബോണസായിട്ട് കൂട്ടിയാൽ മതി. ഏതായാലും ഷുഹൈബിൻ്റെ ഈ അനുഭവം, അല്ലെങ്കിൽ ഷുഹൈബിൽ നിന്നുണ്ടായ ഈ അനുഭവം സർവീസിലുള്ള എല്ലാ ജഡ്ജിമാർക്കും, ഹൈക്കോടതി ആണെങ്കിലും സബോർഡിനേറ്റ് ജുഡീഷ്യറി ആണെങ്കിലും എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതുപോലെ ചെയ്യാനായിട്ട് ഇനി മേലിൽ ഒരു ശുംഭനും ധൈര്യം വരരുത് എന്നുള്ളതാണ്. ഏതായാലും പരാതി കൊടുത്ത വനിതാ ജീവനക്കാരിക്കും അവരോടൊപ്പം ചെയ്യുന്ന സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഇത് മാത്രമേ പരിഹാരമുള്ളൂ എന്നെനിക്ക് അഭിപ്രായമില്ല. ആ വനിതാ ജീവനക്കാരുടെ കാലിൽ ചെരുപ്പുണ്ടായിരുന്നു, അതുപയോഗിച്ച് വേണമെങ്കിൽ അപ്പോൾ തന്നെ കണക്ക് തീർക്കാമായിരുന്നു. അത് ചെയ്തില്ല. ഏതായാലും ഇതുവരെ എത്തിയതിൽ നമ്മൾ എല്ലാവർക്കും സന്തോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സസ്പെൻഷൻ ഇനി ഡിസ്മിസലിൽ ചെന്ന് അവസാനിക്കും എന്ന പ്രത്യാശ വച്ച് പുലർത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.